സ്ഥിരം ബി സി നിയമനത്തിൽ ചർച്ചയാകാമെന്ന് ഗവർണർ. ചർച്ച ചെയ്ത് നിയമനം നടത്താമെന്ന് മന്ത്രിമാരോട് ചാൻസലർ അറിയിച്ചിരിക്കുന്നു. ഗോപാൽ ശീലാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ മന്ത്രിമാരായ ആർ ബിന്ദു അടക്കമുള്ളവർ ഈ ആവശ്യം ഗവർണറെ അറിയിച്ചു. അതിനുശേഷം ഇതിലൊരു ചർച്ചയാകാമെന്നിപ്പോൾ ഗവർണർ അറിയിച്ചിരിക്കുകയാണോ? ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന, ഒരു പരിധിവരെയെങ്കിലും പറയാൻ സാധിക്കുന്ന കാര്യം. കാരണം ഇന്ന് രണ്ടാം തവണയാണ് ഇത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പി രാജീവും രാജ്ഭവനിലെത്തി ഇത്തരത്തിൽ ഗവർണറുമായി ഇതേ വിഷയത്തിൽ ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ ആദ്യഘട്ടത്തിലുള്ള ചർച്ചയിലും ഒരു പരിധിവരെ സമവായമുണ്ടായി, രമ്യതയിലേക്ക് പോകുന്നു എന്ന സൂചനകൾ ഉണ്ടായെങ്കിലും എന്നാൽ പിന്നാലെ അപ്രതീക്ഷിതമായി ഗവർണർ സുപ്രീം കോടതിയിൽ പോവുകയും പിന്നാലെ വിധി വരികയും വീണ്ടും പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. ഒടുവിൽ ഇന്ന് നടത്തിയ കൂടിക്കാഴ്ച മന്ത്രിമാർ ആവശ്യപ്പെട്ടത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കരുത്, സ്ഥിരം ബി സി നിയമനത്തിൽ സമവായത്തോടുകൂടി കൂടിയാലോചനകളോടുകൂടി മുന്നോട്ട് പോകണം എന്നതായിരുന്നു. ആ ആവശ്യത്തെ ഒരു പരിധിവരെയെങ്കിലും ഗവർണർ ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുത്തിരിക്കുന്നു. സ്ഥിരം ബി സി നിയമനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം, യോഗ്യരായവരുണ്ടെങ്കിൽ ചർച്ചയോടുകൂടി കൃത്യമായ രണ്ടു ഭാഗത്തിന്റെയും അഭിപ്രായങ്ങളും വിവരങ്ങളും ആരാഞ്ഞ ശേഷം ചർച്ചയ്ക്ക് ശേഷം സ്ഥിരം ബി സി നിയമനവുമായി മുന്നോട്ട് പോകാമെന്നതാണ്. അപ്പോഴും താൽക്കാലിക ബി സി നിയമനം സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വി സി നിയമനം എങ്ങനെയാണ്, അത് റദ്ദാക്കുമോ അത് പുനഃപരിശോധിക്കുമോ എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. അതാണ് ഇനി പ്രധാനമായും കണ്ടറിയേണ്ടതായിട്ടുള്ളത്. അപ്പോഴും സ്ഥിരം വി സി നിയമനം അതിന്റെ കാര്യത്തിൽ അനുനയത്തിനും അയയുവാനും ഗവർണർ തയ്യാറാണ്. നിങ്ങൾ യോഗ്യരായിട്ടുള്ളവരെ, ക്വാളിഫിക്കേഷൻ ഉള്ളവരെ, മറ്റ് രാഷ്ട്രീയ ചായ്വില്ലാത്തവരെ നൽകുകയാണെങ്കിൽ ആ പാനലിൽ നിന്നും അല്ലെങ്കിൽ ആ പട്ടികയിൽ നിന്നും നിയമനം നടത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഗവർണർ കൂടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചാൻസലർ അറിയിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും മഞ്ഞുരുക്കത്തിനുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നു. വേണമെങ്കിൽ അത് സാധ്യതകളിലേക്ക് എത്താം എന്നുള്ള സൂചനകൾ മാത്രമാണ് നിലവിലെത്തുന്നത്. സ്ഥിരം വിസിയുടെ കാര്യത്തിൽ ചർച്ചയാകാമെന്ന് ഗവർണർ അറിയിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഗോപാൽ ശീലാസനിൽ നൽകുന്നത്.